ഇന്നലെ നടന്ന ഇംഗ്ലണ്ട് മെക്സിക്കോ കളിയുടെ കാര്യം പറയാനായിട്ട് വന്നതാണ്. എൻ്റെ മോനെ ജാതി കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ കളി തന്നെയായിരുന്നു. ഇവിടുത്തെ UK ടൈം 2 മണി തൊട്ടാണ് തീർന്നപ്പോൾ ഏതാണ്ട് ഒരു 4:30 മണിയായി. പക്ഷേ എന്നിരുന്നാൽ പോലും കണ്ടത് വർത്തായി എന്ന് തന്നെയാണ് പറയാം. എന്താ കളി, ഇംഗ്ലണ്ട് പിടിച്ചു വാങ്ങിച്ചൊരു വിജയം എന്ന് തന്നെ പറയാം. 60-ാം മിനിറ്റിൽ റെഡ് കാർഡ് കൊണ്ട് ഒരു പ്ലെയർ പോന്നു, അതിനുശേഷം പെനാൽറ്റി പിടിച്ചു. അത് ഒരു പെനാൽറ്റി ആണോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു കളി ഒരിക്കലും ഒരു റഫറി ഡിസിഷനെ ഒന്നും കുറ്റം പറയുന്നില്ല. അതൊക്കെ ഒരു കളിയിൽ നെഗറ്റീവായിട്ട് വരുന്നതാണ്. ഇന്ന് ചിലപ്പോൾ ഇംഗ്ലണ്ട് ആണെങ്കിൽ നാളെ ചിലപ്പോൾ ഇംഗ്ലണ്ടിന് ഫേവറായിട്ട് വന്നേക്കാം. 7000 അടി ആൾട്ടിറ്റ്യൂഡ്, ഹോം ഫാൻസ്, അതൊന്നും ഒരു പ്രശ്നമല്ല. അവസാനമൊക്കെ വന്നപ്പോൾ ബെല്ലിങ്ങാമൊക്കെ ചത്ത് 80-ാം മിനിറ്റിലും 90-ാം മിനിറ്റിലൊക്കെ ബെല്ലിങ്ങാം ഓടുന്ന കണ്ടാൽ തന്നെ നമുക്ക് ഒരു വിഷമം വരും. അമ്മാതിരി രീതിയിൽ അവർ വർക്ക് ചെയ്തു. ആ ഒരു ജയം അവർ പിടിച്ചു വാങ്ങിച്ചത്, മെക്സിക്കോയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചത്. കാര്യം 45-ാമത്തെ മിനിറ്റ് തൊട്ട് 90+ ഇഞ്ചുറി ടൈം വരെ അവർ ഫുൾ അറ്റാക്ക് ചെയ്യുന്നു, ഇംഗ്ലണ്ട് ഫുൾ ഡിഫെൻഡ് ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു ടീമിനെ സൗത്ത് ഗേറ്റ് ആയിരുന്നു മാനേജ് ചെയ്തിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി തോക്കും. ഇതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് പോകുന്നത് തോമസ് ടൂഖേലിൻ്റെ ആ ഒരു മാസ്റ്റർ മൈൻഡ്, മാസ്റ്റർ ടാക്ടിക്സിൻ്റെ തന്നെയാണ്. എങ്ങനെയാണ് മെക്സിക്കോനെ പൂട്ടേണ്ടത്, അവരുടെ ഈ പറയുന്ന ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നങ്ങൾ, ഹോം ഫാൻസ്, ഇങ്ങനത്തെ എല്ലാ കടമ്പകളും എങ്ങനെ കടക്കണം എന്നുള്ളത് അവർ കറക്റ്റായിട്ട് ഹോംവർക്ക് ചെയ്ത് അത് പ്രോപ്പറായിട്ട് ആ പ്ലേയേഴ്സ് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് ആ ടീമിൻ്റെ വലിയൊരു വിജയമാണ്. ആദ്യത്തെ 20 മിനിറ്റാണ് മെക്സിക്കോ ഏറ്റവും കൂടുതൽ ഇതുവരെ സ്കോർ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന് ഇവന്മാർ 20 മിനിറ്റിൽ ഗോൾ അടിക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തണം. അതിനുശേഷമാണ് ഇംഗ്ലണ്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആ ഒരു ഫസ്റ്റ് ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഇംഗ്ലണ്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ അവർ വിജയവും കണ്ടു, 2-0. പിന്നെ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സെറ്റ് പീസിൽ നിന്ന് ഒരു ഗോൾ കൺസീഡ് ചെയ്ത് 2-1 ആയി. എനിവേ ത്രൂ ഔട്ട് ദ ഗെയിം ഇംഗ്ലണ്ട് ആ ഒരു വിജയം പിടിച്ചു വാങ്ങിച്ചതെന്ന് തന്നെ പറയാം. ബെല്ലിങ്ങാം 2 ഗോൾ സ്കോർ ചെയ്തു, ഹാരി കെയ്ൻ ഒരു ഗോൾ സ്കോർ ചെയ്തു. എന്നിരുന്നാൽ പോലും ഈ ഒരു വിജയത്തിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 സെൻറ്റർ ബാക്കുകളും ഗോൾ കീപ്പറായ ജോർഡൻ പിക്ഫോർഡും തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് ഇറങ്ങി വന്ന 2 വിങ് ബാക്സുകൾ സ്പെൻസും അതുപോലെ തന്നെ ടാൻ ബേണും ഒക്കെ എന്ന് പറഞ്ഞാൽ മതിൽ പോലെ നിന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് പറയുമ്പോൾ മെക്സിക്കോൻ്റെ ആ ഒരു പോരാട്ടത്തിനെ കുറച്ച് കാണുമല്ല, മെക്സിക്കോ വളരെ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത്. എനിക്ക് തോന്നുന്നു ഇത്രയും നാളത്തെ മെക്സിക്കോയുടെ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ഒരു വേൾഡ് കപ്പ് മാച്ച് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു. എനിവേ മെക്സിക്കോയുടെ ആ ഒരു തോൽവിയിൽ നല്ലൊരു വിഷമമുണ്ട്. ആസ് ആൻ ഇംഗ്ലണ്ട് ഫാൻ എനിക്ക് ആ ഒരു കളി ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നതാണ്. ഒന്ന് പേടിച്ചു, ബ്രസീൽ തോറ്റ് നോർവേയുടെ കൈക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മെക്സിക്കോയുടെ ഈ ഒരു കളി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എനിവേ ഇപ്പം ഹാപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് പറയാൻ വന്നേടെ. ശരി, ബൈ.